الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഹാജിമാർ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന കാലമാണിത്, സമയമാണിത്. ഹജ്ജ് യാത്രകൾ തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ പേർ ഹജ്ജിനായി പുറപ്പെടുന്ന സമയമാണ്. തീർച്ചയായും നമ്മുടെ ഹാജിമാരുടെ പുറപ്പാട് ഹജ്ജ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി മാറേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് ഹജ്ജിന്റെ മഹത്വവും ഹജ്ജിന്റെ സന്ദേശവും പറയാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അല്ലാഹു തആല പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ ഒരു വിളംബരത്തിന്റെ പ്രതിധ്വനിയാണ് ഹജ്ജ്. ഇത് ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ വിളംബരത്തിന്റെ പ്രതിധ്വനിയാണ് ഹജ്ജ്. ആ വിളംബരം അള്ളാഹുവിന്റെ ആഹ്വാന പ്രകാരമാണ് ഉണ്ടായത് എന്നും അള്ളാഹു തആല തന്നെ പറയുന്നു. അള്ളാഹു പറയാൻ وَأَذِّن فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وعلى كل ضامر يأتين من كل فج عميق. ഓ ഇബ്രാഹിം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് ജനങ്ങൾക്കിടയിൽ താങ്കൾ വിളംബരം ചെയ്യണം. ഹജ്ജ് ചെയ്യാൻ വരാൻ വേണ്ടി ജനങ്ങളെ നിങ്ങൾ ക്ഷണിക്കണം. يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. يأتوك رجالا, കാൽനടയായെങ്കിലും അവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. വഅലാ കുല്ലി ളാമിരിൻ, അതുപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തുമായി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതിവിദൂരമായ മലമ്പാതകളിൽ കൂടിയും അവരെ ഹജ്ജ് ചെയ്യാൻ വരുന്നതാണ്. എന്തൊക്കെ ക്ലേശങ്ങൾ അഭിമുഖീകരിച്ചാലും ഈ വിളിക്ക് ഉത്തരം ചെയ്ത ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്, അങ്ങയുടെ അടുക്കലേക്ക് വരുന്നതാണ് എന്നാണ് ഖുർആന്റെ പ്രയോഗം. യഅ്തൂക, അങ്ങയുടെ അടുക്കലേക്ക് വരുന്നതാണ്. റിജാലൻ, കാൽനടയായിട്ടും വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത്, മുള്ള വാഹനപ്പുറത്ത്, യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതിവിദൂരമായ മലമ്പാതകളിൽ കൂടിയും അവർ വരുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയ്ക്ക്, അതല്ലെങ്കിൽ വിളിക്ക്, ഇബ്രാഹിം നബി വിളിക്കുകയാണ്, അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജനങ്ങളെ വിളിക്കുകയാണ്.
ഹജ്ജ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാൻ. ആ ക്ഷണത്തിന് ഉത്തരം നൽകിയ ആളുകളാണ് യഥാർത്ഥത്തിൽ ഹാജിമാർ, അതല്ലെങ്കിൽ ഹാജമാർ എന്ന് പറയുന്നത്. മഹാന്മാരായ വ്യാഖ്യാതാക്കൾ മേൽപ്പറഞ്ഞ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, വഖാല ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ ഹാദിൽ വഖ്ത്, അല്ലാഹുവിന്റെ ആഹ്വാനമുണ്ടായ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബ് വകൈഫ ഉബല്ലിഗുൻ നാസ്, പടച്ചവനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുക? ഞാൻ ഇവിടെ നിന്ന് ഈ മക്കാ ദേശത്ത് നിന്ന് അവരെ വിളിച്ചാൽ അവരെങ്ങനെ കേൾക്കാനാണ്? വസൗത്തി ലാ യസ്ലു ഇലൈഹിം, എന്റെ ശബ്ദം അവരിലേക്ക് എത്തുകയില്ലല്ലോ പടച്ചോനെ. ഫഖീൽ നാദു അലൈനൽ ബലാഗ്, ഓ ഇബ്രാഹിം, താങ്കൾ വിളിക്കുക, എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. താങ്കൾ വിളിക്കുക, എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫഖാമ അലാ മഖാമി, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിൽക്കുന്നിടത്ത് നിന്നു. അതാണ് ഇബ്രാഹിം മഖാം. ഇബ്രാഹിം മഖാമിൽ നിന്നു. എന്നിട്ട് വഖാല യാ അയ്യുഹന്നാസ്, എന്നിട്ട് വിളിക്കാണ്, മനുഷ്യരെ, ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അമറക്കും ബിഹജ്ജി ഹാദൽ ബൈത്ത്, നിശ്ചയം അല്ലാഹു തആല ഈ ആലയത്തെ സന്ദർശിക്കണമെന്ന്, ഹജ്ജ് ചെയ്യണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ലിയുസീബക്കും ബിഹിൽ ജന്ന വയുജീറക്കും മിൻ അദാബിൻ നാർ, നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയും നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും സ്വർഗമാവുന്ന പ്രതിഫലം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയും നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ ആലയത്തെ സന്ദർശിക്കണമെന്ന്, ഈ കഅബാലയത്തെ സന്ദർശിക്കണമെന്ന്, ഹജ്ജ് ചെയ്യണമെന്ന് നിശ്ചയം അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ജനങ്ങളെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ആഹ്വാനം ചെയ്യുകയാണ്. ഫഹജ്ജൂ, അതുകൊണ്ട് നിങ്ങൾ അലസരാവാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും. ഈ ഘട്ടത്തിൽ വ്യാഖ്യാതാക്കൾ പറയാണ്, അവരുടെ ആലങ്കാരികമായ ഭാഷയിലാണ് അവർ പറയുന്നത്, ഇന്നൽ ജിബാല തവാദഅത് ഹത്താ ബലഗ സൗത്ത്, ആ ശബ്ദം എല്ലായിടത്തേക്കും എത്തുന്നത് വരെ പർവ്വതങ്ങൾ വിനയാന്വിതരായി. എല്ലായിടങ്ങളിലേക്കും ആ ശബ്ദം എത്തുന്നത് വരെ പർവ്വതങ്ങൾ വിനയാന്വിതരായി. അതിവിദൂരമായ മക്കാദേശത്ത് നിന്നും ബക്കയിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിലും ലോകത്തെല്ലായിടത്തും കേൾക്കുന്ന രൂപത്തിൽ പർവ്വതങ്ങൾ, മലകൾ വിനയാന്വിതരായി എന്ന് പറയാണ് വ്യാഖ്യാതാക്കൾ. പുരുഷന്മാരുടെ മുതുകുകളിലും സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളിലുമുള്ള ആളുകൾ വരെ, കുഞ്ഞുങ്ങൾ വരെ അതിനുത്തരം ചെയ്തു എന്നുള്ളതാണ്. അന്ത്യദിനം വരെ അള്ളാഹു ഹജ്ജ് ചെയ്യാൻ വിരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ആ വിളിയാളത്തിന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രഖ്യാപനത്തിന്, ആഹ്വാനത്തിന് ഉത്തരം ചെയ്തു. സഹോദരങ്ങളെ, അങ്ങനെ ഉത്തരം ചെയ്തവരാണ് ഹാജിമാർ, ഹാജമാർ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ ഉത്തരം ചെയ്യുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ആ ഹാജിമാരിൽ, ഹാജമാരിൽ ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എങ്കിലും ജീവിതത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദുൽഖഅദ മാസത്തിന്റെ ആദ്യ 10 പിന്നിട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ആദ്യ 10 നമ്മൾ പ്രവേശിച്ചു. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പറഞ്ഞതുപോലെ തീർത്ഥാടകർ ലോകത്തിന്റെ മുഖമൂലകളിൽ നിന്ന് പുറപ്പാട് തുടങ്ങി എന്നുള്ളതാണ്. ഹജ്ജ് കർമ്മം എല്ലാ ഹാജിമാർക്കും ഹാജമാർക്കും മഖബൂലും മബ്റൂറുമായ രീതിയിൽ നിർവഹിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവർക്കും ഹജ്ജ് കർമ്മം, ഉംറയും നിർവഹിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. സാമ്പത്തികമായി സ്വയം പര്യാപ്തതയുള്ള മുഴുവൻ ആളുകൾക്കും നിർബന്ധമായ കാര്യം അതാണ് ഹജ്ജ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അതാണ് ഖുർആന്റെ പ്രയോഗം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, അല്ലാഹുവിന് വേണ്ടി ജനങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് കഅബാലയത്തെ സന്ദർശിക്കുക എന്നുള്ളത്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതിന് സാധ്യമായവർക്ക് തടിയാലും മുതലാലും വഴിയാലും എന്നതാണ് പരമ്പരാഗതമായി നൽകപ്പെട്ടിട്ടുള്ള ഇസ്തിത്വാഅത്തിന്റെ വ്യാഖ്യാനം. സാധ്യമാവുക എന്ന് പറഞ്ഞാൽ ശാരീരികമായി സാധ്യമാവുക, സാമ്പത്തികമായി സാധ്യമാവുക, മാർഗതടസ്സങ്ങൾ ഇല്ലാതിരിക്കുക. ഈ 3 അർത്ഥത്തിലും പ്രാപ്തിയുള്ള എല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാണെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിഷേധിയായാൽ,
അയാൾ മനസ്സിലാക്കട്ടെ, നിശ്ചയം അല്ലാഹു ലോകരിൽ നിന്നെല്ലാം സ്വയം പര്യാപ്തനാണ്. സഹോദരങ്ങളെ, വമൻ കഫറ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നമ്മൾ സമീപിക്കണം. ഹജ്ജ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് കുഫറിലേക്ക് എത്തിപ്പെടുന്ന കുറ്റമാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും ഹജ്ജ് ചെയ്യാതിരുന്നാൽ എന്ന് പറയുന്നതിന് ബദലായി ഖുർആൻ പ്രയോഗിച്ചത് ആരെങ്കിലും നിഷേധിയായാൽ അയാൾ മനസ്സിലാക്കട്ടെ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, നിശ്ചയം അല്ലാഹു തആല ലോകരിൽ നിന്നെല്ലാം സ്വയം പര്യാപ്തനാണ്. അല്ലാഹുവിന് നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സമ്പത്തോ ഒന്നും ആവശ്യമില്ല. അത് ആവശ്യമുള്ളത് കൊണ്ടല്ല നമ്മോട് ഹജ്ജ് ചെയ്യാൻ അല്ലാഹു പറഞ്ഞത്, മറിച്ച് അത് നമുക്ക് വേണ്ടിയാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിയായാൽ, ഹജ്ജ് ചെയ്യാതെ പോയാൽ എന്നതിന് ബദലായി ഖുർആൻ പ്രയോഗിച്ചത് വമൻ കഫറ, ആരെങ്കിലും നിഷേധിയായാൽ എന്നാണ്. നിഷേധിയാവുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാൻ, സമുദായത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫർ. അതാണ് ഒന്നാമത്തെ നിഷേധം എന്ന് പറയുന്നത്. ഹജ്ജ് ചെയ്യാത്ത ആളുകൾ സൗകര്യമുണ്ടായിട്ടും പ്രാപ്തിയുണ്ടായിട്ടും സൗകര്യങ്ങളെല്ലാം ഒത്തുവന്നിട്ടും അതിലേക്ക് ശ്രദ്ധ തിരിക്കാത്ത ആളുകൾ ആ അർത്ഥത്തിൽ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന നിഷേധികളാവാനിടയുണ്ട് എന്ന് ഈ ഖുർആൻ പ്രയോഗത്തിൽ നിന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, വിശദീകരണങ്ങൾ കാണുമ്പോഴും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ഒരാൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു, എന്നിട്ടും അയാൾ ഹജ്ജ് ചെയ്യാൻ തുനിഞ്ഞില്ല, അങ്ങോട്ടേക്ക് അയാളുടെ ശ്രദ്ധ പോകുന്നില്ല. അയാളെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫല്യമുത് യഹൂദിയൻ ഔ നസ്റാനിയ, അയാൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറിലാണ് അകപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് വ്യാഖ്യാതാക്കൾ പറയാണ്, വദാലിക അന്നല്ലാഹു തബാറക വതആല യഖൂൽ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. സഹോദരങ്ങളെ, അതാണ് ഖുർആൻ വമൻ കഫറ എന്ന് പ്രയോഗിച്ചതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒന്നാമത്തെ വ്യാഖ്യാനം അതാണ്. എന്നാൽ ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു, അങ്ങനെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറൊന്നുമല്ല, മറിച്ച് അത് നന്ദികേട് കാണിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഒരു തരത്തിലുള്ള കുഫറാണ്. പക്ഷെ അതിനെയും നിസ്സാരമായി കാണാൻ കഴിയില്ല. ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. നിങ്ങൾ അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ചെയ്യും. എന്നാൽ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ അറിഞ്ഞുകൊള്ളുക, നിശ്ചയം എന്റെ ശിക്ഷ കഠിനമാണ്, കഠോരമാണ്. അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. നന്ദികേട് കാണിക്കലാണ്. സമ്പത്ത് നൽകി, സൗകര്യങ്ങൾ നൽകി, എന്നിട്ടും ഹജ്ജ് ചെയ്യാൻ മുന്നോട്ട് വരാത്ത ആളുകൾ കുഫ്റാനു നിഅമ, അനുഗ്രഹങ്ങളോടുള്ള നിഷേധമാണ്, നന്ദികേടാണ്. അതുകൊണ്ടാ പറഞ്ഞത് സാധ്യമാവുന്ന അളവിൽ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജ് ഫഇന്ന അഹദകും ലാ യദ്രി മാ യഹ്ദസു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹജ്ജ് ചെയ്യണേ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, ഏത് കർമ്മമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഈമാനും ബില്ലാഹി വറസൂലി. ഒന്നാമത്തെ ഉത്കൃഷ്ടമായ കർമ്മം അല്ലാഹുവിലും ദൂതനിലുമുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലും പ്രവാചകനിലും ഉള്ള വിശ്വാസമാണ്. അല്ലാഹുവിലും പ്രവാചകനിലും ഉള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നീടുള്ള ഉത്കൃഷ്ടമായ കർമ്മം ഏതാണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. സുമ്മമാദാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം കഴിഞ്ഞാൽ പിന്നീടുള്ള ഉത്കൃഷ്ടമായ കർമ്മം ഏതാണ്? ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യയോഗ്യമായ ഹജ്ജാണ്. സഹോദരങ്ങളെ, ചൈതന്യവത്തായ ഹജ്ജ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഹജ്ജുൻ മബ്റൂർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ഒരു ഹദീസിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് വിശുദ്ധമായ ഹജ്ജ്, ആ ഹജ്ജ് കർമ്മത്തിന്റെ വിശുദ്ധി മറ്റാരാധനകൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കർമാനുഷ്ഠാനങ്ങളിൽ ശ്രേഷ്ഠമായത് ഷഹാദത്ത് കലിമക്ക് ശേഷം നമസ്കാരമാണ്, പിന്നീട് നോമ്പാണ്, സക്കാത്താണ്. ചിലയിടങ്ങളിൽ സക്കാത്ത് നോമ്പ് എന്ന കർമ്മവും കാണാൻ കഴിയും. പിന്നെ ഹജ്ജ് വരുന്നുള്ളൂ. എങ്കിൽ കൂടി ഹജ്ജിന്റെ ചൈതന്യം വേറിട്ടതാണ്. കാരണം അത് എപ്പോഴും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലല്ലോ.
സമ്പന്നർക്ക് പോലും ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാൻ കഴിയുമെങ്കിലും എല്ലാ കൊല്ലവും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് അതിനെ വേറിട്ട ചൈതന്യം തന്നെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ വഹയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് ഫലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമിൻ വലദതുഹു ഉമ്മുഹു. ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിച്ചു, സ്ത്രീ പുരുഷ സംസർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഹജ്ജിന്റെ മഹത്വത്തെ നിഷ്ഫലമാക്കാതെ, ഹജ്ജിനെ നിഷ്ഫലമാക്കാതെ, അധർമ്മങ്ങളിലൊന്നും ഏർപ്പെടാതെ, സ്ത്രീ പുരുഷ സംസർഗത്തിൽ ഏർപ്പെടാതെ ഒരാൾ ശരിയായ രീതിയിൽ തന്നെ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ റജഅ മിൻ ദുനൂബിഹി, അയാളുടെ തെറ്റുകളിൽ നിന്ന് മടങ്ങി വന്നിരിക്കുന്നു. ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അയാളുടെ പാപങ്ങളിൽ നിന്നാണ് മടങ്ങി വരുന്നത്. ഏതുപോലെ കയൗമിൻ വലദതുഹു ഉമ്മുഹു, അയാളുടെ മാതാവ് അയാളെ പ്രസവിച്ച വിശുദ്ധിയിലാണ്. അതെങ്ങനെയാണ് പറയേണ്ട ആവശ്യമില്ല. ആ വിശുദ്ധി എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ. ഒരാൾ ഹജ്ജിന് പുറപ്പെടുമ്പോൾ തന്നെ പശ്ചാത്താപത്തിന്റെ ഉപാധികൾ കഴിവിന്റെ പരമാവധി പൂർത്തീകരിച്ചുകൊണ്ടാണല്ലോ പുറപ്പാട്. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഖേദിക്കുകയാണ്. ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന നിശ്ചയദാർഢ്യമുള്ള തീരുമാനമെടുക്കുകയാണ്. ആ തെറ്റിലേക്ക് മടങ്ങാത്ത ജീവിതം നയിക്കുകയാണ്. മനുഷ്യരോട് ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിൽ പൊരുത്തപ്പെടിയിക്കുന്നു, സാമ്പത്തിക ബാധ്യതകളാണെങ്കിൽ കൊടുത്തു വീട്ടുന്നു, അതല്ലെങ്കിൽ അവധി ചോദിച്ചു വാങ്ങുന്നു, അയൽക്കാരുടെ അടുക്കലേക്ക് പോകുന്നു, ബന്ധുക്കളുടെ അടുക്കലേക്ക് പോകുന്നു, സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് പോകുന്നു. എന്നിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിരുവിട്ട വാക്കുകൾ പ്രവർത്തികൾ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങേക്കെതിരായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു തരണം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചോദിക്കുന്നു. ഇതെല്ലാം പൂർത്തീകരിക്കാണ് ഒരു മനുഷ്യൻ. അതിന്റെ മുമ്പ് അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറും തൗബയും പൂർത്തീകരിച്ചു. ആ യാത്രയിൽ തന്നെ, യാത്ര പുറപ്പെടുമ്പോൾ തന്നെ വല്ലാത്തൊരു വിശുദ്ധിയിലേക്ക് അയാൾ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ വഖത്തും നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോ, അതല്ലെങ്കിൽ ഓരോ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ നമ്മളത് ചെയ്യുന്നില്ല. ഈ അർത്ഥത്തിലുള്ള പശ്ചാത്താപം നമ്മൾ നിർവഹിക്കുന്നില്ല. പക്ഷേ ഹജ്ജ് കർമ്മത്തിലേക്ക്, ഉംറയിലേക്ക് പുറപ്പെടുന്നതിന്റെ മുന്നോടിയായി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അടുക്കൽ ചെന്നുകൊണ്ട് അവരോട് പൊരുത്തം ചോദിക്കുന്നു. അതോടൊപ്പം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, തൗബ നിർവഹിക്കുന്നു. അത് തന്നെയാണ് ഒരു മനുഷ്യനെ അവിടെ മുതൽ തന്നെ വിശുദ്ധിയിലേക്കുള്ള മനുഷ്യന്റെ മടക്കം, ജനിച്ച കുഞ്ഞിന്റെ വിശുദ്ധിയിലേക്കുള്ള ആ മനുഷ്യന്റെ മടക്കം ആരംഭിച്ചു. പിന്നെ ഇഹ്റാമിന്റെ വേഷവിധാനങ്ങൾ, ഇഹ്റാം എന്ന് പറഞ്ഞ വേഷവിധാനങ്ങളല്ല, നിയ്യത്താണ് ഇഹ്റാം എന്ന് പറയുന്നത്. പക്ഷേ ഹാജിമാർ അവർ ഇഹ്റാമിൻ്റെതായ വേഷം ധരിക്കുന്നുണ്ട്. അവിടെ വ്യത്യസ്ത വേഷവിധാനങ്ങളില്ല. ആകെ വ്യത്യാസം ആണിനും പെണ്ണിനും ഓരോരോ വേഷങ്ങൾ എന്നത് മാത്രമാണ്. ദുനിയാവിൽ രാജാക്കന്മാർക്ക് അവരുടെ കിരീടമുണ്ട്, പോലീസുകാർക്ക് അവരുടെ യൂണിഫോം ഉണ്ട്, മതപണ്ഡിതന്മാർ അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷവിധാനങ്ങൾ ധരിക്കാറുണ്ട്, വിദ്യാർത്ഥികൾ അവരുടേതായ യൂണിഫോമുകൾ ധരിക്കാറുണ്ട്. ഓരോരുത്തരും അവരുടേതായ ഐഡന്റിറ്റികൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ രാജകീയമായ ഭാവങ്ങളോടെ രാജാക്കന്മാർ അവരുടേതായ വേഷങ്ങൾ ധരിക്കുന്നുണ്ട്. പക്ഷേ ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ വേഷം. വ്യത്യാസമുള്ളത് ആണിനും പെണ്ണിനും ഇടയിൽ മാത്രമാണ്. ഈ മനുഷ്യസാഗരത്തിൽ ഒരുവൻ മാത്രമാണ് ഞാൻ. ഈ ഭക്തരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഈ ജനങ്ങളുടെ കൂട്ടത്തിലെ ഒരുവൻ മാത്രമാണ്. ഈ പാരാവാരം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു തുള്ളി മാത്രമാണ് ഞാൻ എന്ന് ആ മനുഷ്യൻ വിനയഭാവത്തോടുകൂടി ചിന്തിക്കുകയാണ്. വിനയം, അതാണ് വേണ്ടത്. ഇഹ്റാമിന്റെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ വിനയമാണ് ആ മനുഷ്യനിൽ ഉണ്ടാവുന്നത്. ഞാൻ മനുഷ്യസാഗരത്തിൽ ഒരുവൻ എന്നതിനപ്പുറത്ത് ഞാൻ ആരുമല്ല എന്നുള്ള ചിന്ത. ഏത് അടിമ വിനയാന്വിതനായോ അയാളുടെ പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കും എന്നുള്ളതാണ്. അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കം ഹൃദയത്തിലുള്ള മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരത്തിന്റെ സർവ്വലാഞ്ചനകളെയും ഇല്ലായ്മ ചെയ്യാനാണ് ഈ വേഷവിധാനം ധരിച്ചുകൊണ്ട് മനുഷ്യരിൽ ഒരുവൻ മാത്രമായി നമ്മോട് മാറാൻ ഇഹ്റാം പറയുന്നത്, ഹജ്ജ് പറയുന്നത്, ഉംറ പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഇതിന്റെ മഹത്വം എന്ന് പറയുന്നത്. മനുഷ്യ സമത്വത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്.
ഹജ്ജ് നിർവഹിക്കുന്നതോടെ ജഗന്നിയന്താവായ നാഥന്റെ കോടിക്കണക്കിന് അടിമകളിൽ ഒരാൾ മാത്രമാണ് താനെന്നുള്ള ബോധമാണ് ഒരു ഹാജിക്ക് ഒരു ഹജ്ജക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബോധത്തിലൂടെ നേടുന്നതാണ് സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രാഥമിക വിശുദ്ധി എന്ന് പറയാം. ഇനി ഇഹ്റാം കെട്ടിക്കൊണ്ട് അവൻ എങ്ങോട്ടാണ് പോകുന്നത്? കഅബാലയത്തിലേക്ക്. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽആലമീൻ. ലോകർക്ക് സന്മാർഗമായി അനുഗ്രഹീത ഭവനമായി ബക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ള ആദ്യത്തെ മന്ദിരത്തിലേക്കാണ് അവന്റെ പ്രയാണം എന്ന് പറയുന്നത്. ആരാണ് ഈ മന്ദിരം നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ 3 അഭിപ്രായങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കും ചരിത്രകാരന്മാർക്കും ഇടയിലുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ അഭിപ്രായം അത് മലക്കുകൾ നിർമ്മിച്ച മന്ദിരമാണെന്നാണ്. അല്ലാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരു ഭവനം നിർമ്മിച്ചു. ആ ഭവനത്തിന്റെ പേര് ബൈത്തുൽ മഅ്മൂർ എന്നാണ്. ആ ബൈത്തുൽ മഅ്മൂറിനെ പ്രദക്ഷിണം ചെയ്യാൻ, തവാഫ് ചെയ്യാൻ അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കളോട് കൽപ്പിച്ചു. പിന്നീട് ഭൂവാസികളായ മലക്കുകളോട് ആ ബൈത്തുൽ മഅ്മൂറിന്റെ സമാനതയിലും രൂപത്തിലുമുള്ള ഒരു ഭവനം ഭൂമിയിൽ നിർമ്മിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ആ ബൈത്തുൽ മഅ്മൂറിനെ മലക്കുകൾ, ആകാശത്തെ മലക്കുകൾ തവാഫ് ചെയ്യുന്നത് പോലെ ഭൂമിയിൽ ബൈത്തുൽ മഅ്മൂറിന്റെ രൂപത്തിൽ ഭൂമിയിലെ മലക്കുകൾ നിർമ്മിച്ചിട്ടുള്ള ഭവനത്തെ, അതായത് കഅബയെ തവാഫ് ചെയ്യാൻ അല്ലാഹു തആല ഭൂവാസികളായിട്ടുള്ള മലക്കുകളോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ മലക്കുകളാണ് നിർമ്മിച്ചത് എന്നതാണ് ഒന്നാമത്തെ വിശദീകരണം എന്ന് പറയുന്നത്. أول شيء عمله آدم عليه السلام حين نزل من السماء طاف بالبيت المشرف فلقيه الملائكة فقالوا له طفنا بهذا البيت قبلك ب2000 عام. ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ? ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുകയാണ് പ്രവാചക വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്. ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നപ്പോ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ബൈത്തുൽ മുശറഫ, കഅബാലയത്തെ തവാഫ് ചെയ്തു എന്നുള്ളതാണ്. ഈ രംഗം മലക്കുകൾ കണ്ടു. ഈ രംഗം മലക്കുകൾ കണ്ടപ്പോൾ അവര് പറഞ്ഞു, ഓ ആദം, താങ്കൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ഭവനം തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ തവാഫ് ചെയ്യുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ഭവനം തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് മലക്കുകളാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. മലക്കുകളാണ് കഅബ ബൈത്തുൽ മഅ്മൂറിന്റെ രൂപത്തിൽ ഭൂമിയിൽ ഒരു ഭവനം അഥവാ കഅബാലയം നിർമ്മിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായമെങ്കിൽ, രണ്ടാമത്തെ അഭിപ്രായം ആദം അലൈഹിസ്സലാമയാണ് നിർമ്മിച്ചത്. മൂന്നാമത്തെ അഭിപ്രായമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയാണ് നിർമ്മിച്ചത് എന്നുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച് നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിലുള്ള മഹാപ്രളയത്തിൽ കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയം പുതുക്കിപ്പണിയുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തിക്ക് നേതൃത്വം കൊടുത്തിരുന്നു. അതിലൊരു സംശയവുമില്ല. അതിന്റെ ക്രെഡിറ്റ് ഇബ്രാഹിം അലൈഹി സ്വലാമയ്ക്ക് തന്നെ ഉള്ളതാണ്. അത് നിർമ്മാണമാണെങ്കിലും പുനർനിർമ്മാണമാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന്റെ വേരുകളിൽ, പുനർനിർമ്മാണമാണെങ്കിൽ പോലും അതിന്റെ അടിത്തറകളിൽ മാത്രം ബാക്കിയായ ഒരു ഭവനത്തെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർമ്മിച്ചത്. നോഹ പ്രവാചകന്റെ നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിലെ മഹാപ്രളയത്തിൽ കഅബാലയം തകർന്നു പോവുകയും അതിന്റെ അടിത്തറകൾ മാത്രം ബാക്കിയാവുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന്റെ അടിത്തറയിൽ നിന്ന് കഅബാലയത്തെ പടുത്തുയർത്തിയത്. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ എന്നുള്ള ഖുർആന്റെ പ്രയോഗമെല്ലാം തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയാണ് കഅബാലയവുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നേതൃത്വം നിർവഹിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട മന്ദിരം കഅബയാണെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട മന്ദിരം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമാണ്, കഅബയാണ്. പിന്നീട് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ് ആണ്. കം കാന ബൈനഹുമാ. കഅബാലയം നിർമ്മിക്കപ്പെട്ടതിനു ശേഷം എത്ര കാലം കഴിഞ്ഞാണ് ബൈത്തുൽ മഖ്ദിസ് നിർമ്മിക്കപ്പെട്ടത്? 40 സന, 40
കൊല്ലം കഴിഞ്ഞാണ് ബൈത്തുൽ മഖ്ദിസ് നിർമ്മിക്കപ്പെട്ടത് എന്നെല്ലാം തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവാചക വചനങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. കഅബയുടെ മഹത്വം അതാണ്. ലോകത്താദ്യമായിട്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ തൗഹീദിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരം എന്നുള്ളതാണ് കഅബാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഅബയിൽ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നമസ്കാരമായി മാറുന്നത്, ഏറ്റവും അധികം പുണ്യമുള്ള നമസ്കാരമായി മാറുന്നത്. വസ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു. മറ്റുള്ള പള്ളികളിൽ 1,00,000 നിസ്കാരം നിർവഹിക്കണം. നമ്മൾ ഇവിടെ ഈ പള്ളിയിൽ നിർവഹിക്കുന്ന നമസ്കാരം, ആ നമസ്കാരത്തിന്റെ 1,00,000 മടങ്ങ് പ്രതിഫലമാണ്. 1,00,000 ഇൻറ്റു 1,00,000 1,00,000 ഇരട്ടി പ്രതിഫലമാണ് സഹോദരങ്ങളെ കഅബാലയത്തിലുള്ള നമസ്കാരത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മസ്ജിദുൽ ഹറാമിലെ നമസ്കാരത്തിനുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഹജ്ജിന്റെയും ഉംറയുടെയും സുപ്രധാനമായ മറ്റൊരു വശമാണ്, ഘടകമാണ് തവാഫ് എന്ന് പറയുന്ന സഹോദരങ്ങളെ. കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യുക, തവാഫ് ചെയ്യുക. മഹത്തായ കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടൊരു വിശ്വാസി പറയുന്നത് എന്താണ്? പടച്ചതമ്പുരാനെ, നിന്റെ ഈ മഹത്തായ മന്ദിരത്തെ ഞാൻ തവാഫ് ചെയ്യുന്നത് പോലെ, പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ അല്ലാഹുവേ നിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ചുറ്റുമായിരിക്കും, നിന്റെ ദീനിനും നിന്റെ ശരീഅത്തിനും ചുറ്റുമായിരിക്കും എന്റെ ജീവിതം. തവാഫ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു കർമ്മമല്ല, അതൊരു പ്രഖ്യാപനമാണ്. നാഥ, നിന്റെ ഈ ഭവനത്തിന് ചുറ്റും ഞാൻ എന്റെ ശരീരത്തെ കറക്കുന്നത് പോലെ എന്റെ ജീവിതത്തെ നിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ചുറ്റും ഞാൻ പരിമിതപ്പെടുത്തുമെന്നുള്ള, നിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഞാൻ ജീവിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ തവാഫ് നിർവഹിച്ചുകൊണ്ട് ഹാജി പടച്ചതമ്പുരാനോട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ. ഒരുപാട് കൊല്ലം ഹജ്ജ് ഉംറയ്ക്ക് നിർവഹിക്കുന്ന ചില ആളുകളുണ്ട്. സാധ്യമാവുമ്പോൾ അത് ചെയ്യുന്നത് പുണ്യമുള്ള കാര്യമാണ് സഹോദരങ്ങളെ, അതിനെ നമ്മൾ നിസ്സാരമായി കാണുന്നില്ല. പക്ഷെ അങ്ങനെയാവുമ്പോഴും ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുക, ആത്മീയ ജീവിതത്തിൽ വിശുദ്ധി, സാമ്പത്തിക ജീവിതത്തിൽ വിശുദ്ധി, പൊതുജീവിതത്തിൽ വിശുദ്ധി. ആ വിശുദ്ധിയില്ലാത്ത ജീവിതം, സാമ്പത്തികമായ കൃത്രിമത്വങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചതിന് ശേഷവും തുടരുന്നുവെങ്കിൽ ജനിച്ച കുഞ്ഞിന്റെ വിശുദ്ധി കിട്ടുമെന്ന് പറയുക സാധ്യമല്ല സഹോദരങ്ങളെ. നവജാത ശിശുവിന്റെ വിശുദ്ധി നേടിയെടുക്കാൻ സാധ്യമാവണമെങ്കിൽ ഹജ്ജ് ഉംറ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ചുറ്റുമായി നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കുവാനുള്ള തീരുമാനം മാത്രം പോരാ, ആ ഒരു നിലപാട് നമ്മുടെ ജീവിതം അങ്ങനെയായി മാറുമ്പോഴാണ് തീർച്ചയായിട്ടും ജനിച്ച കുഞ്ഞിന്റെ വിശുദ്ധിയിലേക്ക് ഹാജിയും ഹാജയും മടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. തന്റെ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിയും ഭാര്യ ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണ്? ആ മക്കാ നാടിന്റെ സുഭിക്ഷതയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആ മക്കാ നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ലോകത്തുടനീളം അതുണ്ടാവണം. എവിടെ നിന്നാണോ ഹാജിമാര് വരുന്നത്, എങ്ങോട്ടാണോ ഹാജിമാര് തിരിച്ചു പോകുന്നത്, ആ പ്രദേശങ്ങളിൽ നിർഭയത്വം ഉണ്ടാവാൻ, സമാധാനമുണ്ടാവാൻ, സുഭിക്ഷതയുണ്ടാവാൻ പണിയെടുക്കുന്നവരായി ഹാജിമാര് മാറണം. ഇതാണ് ഹജ്ജിന്റെ സന്ദേശങ്ങളിൽ സുപ്രധാനമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജിഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നബനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കണം. പടച്ചവനെ, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. റബ്ബി ഇന്നഹുന്ന അളുലൽന കസീറൻ മിനൻ നാസ്. പടച്ചവനെ, ഈ വിഗ്രഹങ്ങൾ ഒരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ട്. ഈ ദൈവേതര ശക്തികൾ ഒരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ട്. ഫമൻ തബിയനി ഫഇന്നഹു മിന്നി വമൻ നസാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക ദേശത്ത് നിന്നുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ്. പടച്ചതമ്പുരാനെ, ആരെങ്കിലും എന്നെ പിൻപറ്റിയാൽ നിശ്ചയം അയാൾ എന്നിൽപ്പെട്ടവനാണ്. ആരെങ്കിലും എന്നോട് ധിക്കാരം കാണിച്ചാൽ, ആരെങ്കിലും എന്റെ നിർദ്ദേശങ്ങൾക്കെതിരായി, എനിക്ക് ലഭിച്ച അരുളപ്പാടുകൾക്കും ദിവ്യബോധനങ്ങൾക്കും എതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ പടച്ചവനെ, നിശ്ചയം നീ പുറത്തു കൊടുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. അല്ലാഹുവേ, അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കാ ദേശത്ത് നിന്നുകൊണ്ട്, ആ മണലാരുണ്യത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന മറ്റൊരു പ്രാർത്ഥന ഇതാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പടച്ചതമ്പുരാനെ, ഞാൻ എന്റെ സന്താനങ്ങൾ ഒരു പ്രദേശത്തിതാ ബാക്കിയാക്കിയിട്ട് പോന്നിരിക്കുന്നു, ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോന്നിരിക്കുകയാണ്. ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുന്നു ബിവാദിൻ ഗൈരി ദീ സറഇൻ, കൃഷിയില്ലാത്ത, കാർഷിക വൃത്തിയില്ലാത്ത ഒരു നാട്ടിലാണ്.
ഇന്ദ ബൈത്തിക്കൽ മുഹറം, പക്ഷേ നിന്റെ പവിത്രമായ ആലയത്തിന്റെ അടുക്കലാണ് പടച്ചവനെ ഞാൻ അവരെ താമസിപ്പിച്ചിട്ടുള്ളത്. റബ്ബനാ ലിയുഖീമുസ്സലാ, നാഥാ അവർ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ ആലയത്തിന്റെ അടുക്കൽ ഞാൻ എന്റെ പ്രിയതമയെയും അതുപോലെ എന്റെ അരുമസന്താനത്തെയും ഉപേക്ഷിച്ചു പോന്നിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്, ഫജ്അൽ അഫ്ഇദത മിനന്നാസി തഹ്വീ ഇലൈഹിം, പടച്ചവനെ പടച്ചവനെ ജനഹൃദയങ്ങൾ അങ്ങോട്ട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണമേ. ജനാഭിലാഷങ്ങൾ അങ്ങോട്ട് തിരിയുന്ന, അങ്ങോട്ട് പോകാൻ ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനോട്. അല്ലാഹുവേ, വ്യത്യസ്തങ്ങളായ കായ്ക്കനികൾ അവർക്ക് നൽകണവരും നന്ദി പ്രകാശിപ്പിക്കുന്നവരായേക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഈ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അല്ലാഹുവേ വ്യത്യസ്തങ്ങളായ കായ്ക്കനികൾ ഈ നാട്ടുകാർക്ക് നീ നൽകണമേ. സുഭിക്ഷതയും നിർഭയത്വവും പ്രധാനമാണ്. ലോകത്തുടനീളം അത് ഉണ്ടാവണം. ഹാജിമാർ ഏതൊക്കെ ദിക്കുകളിൽ നിന്നാണോ വന്നിട്ടുള്ളത് അവിടങ്ങളിലെല്ലാം നിർഭയത്വമുള്ള, അവിടങ്ങളെയെല്ലാം സുഭിക്ഷതയുള്ള ക്ഷേമരാഷ്ട്രങ്ങളായിട്ട് സമാധാനം വിളയാടുന്ന രാജ്യങ്ങളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഹാജിമാരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന വലിയൊരു സന്ദേശം കൂടി ഹജ്ജ് നൽകുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഫാസിസം, സാമ്രാജ്യത്വം, സൈനിസം തുടങ്ങിയ ദുശക്തികൾ ലോകത്ത് നിർഭയത്വത്തിലും സുഭിക്ഷതയിലും അധിഷ്ഠിതമായ ജീവിതങ്ങളാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മനുഷ്യത്വ വിരുദ്ധമായ ഇത്തരം ദർശനങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുക എന്നുള്ളതും ഹാജിമാരുടെയും ഹാജമാരുടെയും ഉത്തരവാദിത്തമാണ്, ധർമ്മമാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയും പടച്ചതമ്പുരാൻ കൈവെടിയുന്ന പ്രശ്നമില്ല. അതാണ് ഹജ്ജ് നമ്മോട് പറയുന്ന വലിയൊരു സന്ദേശം. അള്ളാഹിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയും അള്ളാഹു കൈവെടിയുകയില്ല എന്നാണ് ഹജ്ജിന്റെ ചരിത്രം നമ്മോട് പറയുന്നത്. നമുക്കറിയാം, പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകൻ തന്റെ അരുമസന്താനത്തെയും അതുപോലെ തന്റെ പ്രിയതമയും മക്കാമണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോ അവരുടെ ഒരു കയ്യിൽ കാരക്കയും മറ്റേ കയ്യിൽ വെള്ളവും കൊടുക്കുന്നു. ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്ക, വേറെ തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും, കുറച്ചു കാലത്തേക്ക് മാത്രം, ഒരു ഏറി വന്നാൽ ഒരാഴ്ച കാലത്തേക്ക് മാത്രം കുടിക്കാവുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ പ്രിയതമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഹാജറ ബീവി ഹാഗർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ താങ്കൾ ഇത് ചെയ്തിട്ടുള്ളത്? പ്രിയതമനോട്, ഭർത്താവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഈ മക്കാമണൽ ആരുണ്യത്തിൽ ആരുമില്ലാത്ത ഈ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം നൽകുന്ന മറുപടി, നഅം അല്ലാഹു അമറനി ബിഹാദാ, അതെ അല്ലാഹു തആലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ പ്രിയതമ പറയാണ്, ഹാജറ ബീവി പറയാണ്, ഇദല്ലാ യുളയ്യുനല്ലാഹ്, എങ്കിൽ അല്ലാഹു ഞങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. അള്ളാഹിന്റെ കൽപ്പന പ്രകാരമാണ് അങ്ങ് ഞങ്ങളെ ഇവിടെ ഒറ്റക്കാക്കി പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പിന്തുണയും അള്ളാഹുവിന്റെ സഹായവും ഞങ്ങൾക്കുണ്ടാവും. വെള്ളവും തീർന്നു, കാരക്കയും തീർന്നു, അമ്മിഞ്ഞപ്പാലും തീർന്നപ്പോ കുഞ്ഞ് വാവിട്ടടിച്ച് കരയാൻ തുടങ്ങി. സഫാക്കും മർവാക്കും ഇടയിൽ ഓടുകയാണ്. അതാണ് സഈന്റെ ചരിത്രം എന്ന് പറയുന്ന സഹോദരങ്ങളെ. സഫാക്കും മർവാക്കും ഇടയിൽ ആ പ്രിയ മാതാവ് ഹാജറ ബീവി ഓടുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഓട്ടം ഒരു നിശ്ചിത ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ആ കുഞ്ഞ് കാലിട്ടടിച്ച ഭാഗത്ത് നിന്ന് സംസം പ്രവാഹം ഉണ്ടാവുന്നത്. മാഉ സംസം ലിമാ ശുരിബല, സംസം ജലം എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുമെന്ന സ്വഹീഹായ ഹദീസിലുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായം, അഭൗതികമായ ലോകത്തിൽ നിന്നുള്ള സഹായം, അള്ളാഹു അത്തരം സഹായങ്ങൾ കൊണ്ട് വിശ്വാസികളെ പിന്തുണക്കും. നമ്മുടെ പ്രാർത്ഥന പാഴായി പോവുകയില്ല, മർദ്ദിത ജനതകളുടെ പ്രാർത്ഥന പാഴായി പോവുകയില്ല. അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. സഹോദരങ്ങളെ, അങ്ങനെ അറേബ്യ അങ്ങേയറ്റം സുഭിക്ഷതയുള്ള നാടായി മാറി. അതിനപ്പുറത്ത് നിർഭയത്വമുള്ള നാടായി മാറി. നേരത്തെ ഒരു നിർഭയത്വം ഉണ്ടായിരുന്നില്ല. ലോകത്തിന്റെ മുഖമൂലകളിൽ പോയിട്ട് അവർ കച്ചവടം ചെയ്യും. കച്ചവട യാത്രക്കിടയിൽ ധാരാളമായിട്ട് അവർ ആക്രമിക്കപ്പെട്ടിരുന്നു. അവരുടെ സ്ത്രീകൾ അടിമയാക്കപ്പെട്ടിരുന്നു. പിന്നീട് അവർ ലോകത്തിന്റെ വിവിധ മൂലകളിലേക്ക്, മക്കാദേശത്ത് നിന്നുള്ള ആളുകൾ മക്കയിൽ സംസം പ്രവാഹത്തിന്റെ അടിത്തറയിൽ അള്ളാഹുവിന്റെ സഹായത്താൽ ഒരു നാഗരികത രൂപപ്പെട്ടു വന്നപ്പോ, ജനവാസമുണ്ടായപ്പോ ആ നാട്ടുകാർ തുടക്കത്തിൽ
അവർ ഒറ്റപ്പെട്ട പലയിടങ്ങളിലും ബതുക്കളായിട്ട് താമസിച്ചിരുന്ന കാലത്ത് അവർ ആക്രമിക്കപ്പെട്ടിരുന്നു, അവരുടെ സ്ത്രീകൾ ബന്ദികളാക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ മാഉസംസമിലൂടെ, അതല്ലെങ്കിൽ മക്കാദേശത്ത് അബ്രഹാം പ്രവാചകന്റെ പ്രാർത്ഥനയിലൂടെ സാധ്യമായിട്ടുള്ള ആ സുഭിക്ഷതയിലൂടെ സഹോദരങ്ങൾ ഒരു നാഗരികത അവിടെ നിന്ന് രൂപപ്പെട്ടു. പിന്നെ അവരെവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും ഒരു സംഘം, ഒരു യാത്രാസംഘം, ഒരു കൊള്ള സംഘം ഈ യാത്രാസംഘത്തെ പിടികൂടുകയാണ്. ഈ ഘട്ടത്തിൽ അവർ പറയാണ്, നഹ്നു മിൻ ഹറമില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹറമിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതോടുകൂടി അവർ വെറുതെ വിടും. അതാണ് മക്ക ദേശത്തുകാർക്ക് അതിലൂടെ ലഭിച്ച ഒരു സുരക്ഷ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഹറം അമ്നിന്റെ ഗേഹമായി മാറിയത്, സുരക്ഷയുടെ ഗേഹമായി മാറിയത്. ലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ഖുർആൻ പറയാണ്, ഹത്താ യുഖാതിലൂക്കും ഫീ, നിങ്ങളുടെ എതിരാളികളോട്, ശത്രുക്കളോട് പോലും മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല, അവരിങ്ങോട്ട് ആക്രമിക്കാൻ വന്നെങ്കിലല്ലാതെ. ഫൈൻ ഖാതലൂക്കും ഫഖ്തുലൂഹും, അവരിങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാവുന്നതാണ്. അതാണ് മസ്ജിദുൽ ഹറാം. അത് അമ്നിന്റെ, സുരക്ഷയുടെ, നിർഭയത്വത്തിന്റെ ഗേഹമാണ്. ലാ യഹല്ലു ലിഅഹദികും അൻ യഹ്മില ബിമക്കത്ത സിലാഹ്, മക്കയിൽ ആയുധം വഹിക്കൽ ഒരാൾക്കും അനുവദനീയമല്ല. ആയുധം വഹിച്ചുകൊണ്ടുള്ള നടത്തം മക്കയിൽ പാടില്ല. അവിടേക്ക് യാത്ര ചെയ്ത് എത്തിപ്പെട്ട ആളുകളും അവിടെ താമസിക്കുന്ന ആളുകൾക്കും ഒരേ നിലപാടാണ് മക്കയ്ക്കുള്ളത്, ഒരേ നിലപാടാണ്. ഒരു പരദേശി ബോധമില്ല, ഞാൻ ഏതോ അന്യനാട്ടിൽ നിന്ന് വന്നയാളാണ് എന്ന ഒരു ഒറ്റപ്പെടലിന്റെ ചിന്തയില്ല എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വൽ മസ്ജിദുൽ ഹറാമില്ലദീ ജഅൽനാഹു ലിന്നാസി സബാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്. മസ്ജിദുൽ ഹറാം ജനങ്ങളുടേതാണ്. അങ്ങോട്ട് യാത്ര ചെയ്ത് എത്തിപ്പെട്ട ആളുകളും അവിടെ സ്ഥിരതാമസമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരേ പദവിയും ഒരേ പരിഗണനയുമാണ് മസ്ജിദുൽ ഹറാമിൽ. അതാണ് മസ്ജിദുൽ ഹറാം. അതാണ് മസ്ജിദുൽ ഹറാം. അമ്നിന്റെ ഗേഹമാണ്, ഒത്തൊരുമയുടെ ഗേഹമാണ്, സമത്വത്തിന്റെ ഗേഹമാണ്, സമാധാനത്തിന്റെ ഗേഹമാണ്. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ ഇല്ലാ മക്കത വൽ മദീന. ദജ്ജാൽ നാളെ എല്ലായിടത്തും ചവിട്ടും. എല്ലായിടത്തും ദജ്ജാലിന്റെ പാദസ്പർശനം ഉണ്ടാകുമ്പോ മക്കയിലും മദീനയിലും ദജ്ജാൽ ചവിട്ടില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇല്ലാ അലൈഹി മലായികത്തുൻ സാഫിയൻ, അണിയണിയായ മലക്കുകൾ നിന്നുകൊണ്ട് ദജ്ജാലിനെ പ്രതിരോധിക്കും. യഹ്രിസൂനഹാ, അവരാ മക്കയ്ക്കും മദീനയ്ക്കും കാവലിരിക്കുകയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. കുല്ലമാ അറാദ ദജ്ജാലു അയദ്ഖുല ഫീ വാഹിദിൻ മിൻ നഖബിഹാ യസുദ്ദുൽ മലായികത്തു ബിസ്സുയൂഫ്. മക്കയുടെയോ മദീനയുടെയോ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ദജ്ജാൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, ആഗ്രഹിച്ചാൽ, മലക്കുകൾ അവരുടെ ഖഡ്ഗം കൊണ്ട്, അവരുടെ വാളുകൾ കൊണ്ട് ദജ്ജാലിനെ തടയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിലൂടെ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള പരിശ്രമം വിശ്വാസികളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. ജനിച്ച കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി തിരിച്ചു വരാൻ വേണ്ടിയാണത്. സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടിയാണ്. അതാണ് അതിന്റെ ആത്മീയമായ മഹത്വം എന്ന് പറയുന്നത്. ഈ ലോകത്ത് സമത്വവും സമാധാനവും പുലരുക എന്നതും ഈ ആരാധനയുടെ, ഹജ്ജിന്റെ, ഉംറയുടെ ലക്ഷ്യമാണ്. സഹോദരങ്ങളെ, അതിനാണ് സമത്വം ഉദ്ഘോഷിക്കുന്ന വേഷമാക്കി ഹജ്ജിന്റെ വേഷവിധാനത്തെ, ഇഹ്റാമിന്റെ വേഷവിധാനത്തെ അല്ലാഹു തആല നിശ്ചയിച്ചത്. സമത്വമാണ് ഈ മഹത്തായ ആരാധന ഉദ്ഘോഷിക്കുന്നത്. സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ ഗേഹമാക്കി ഹറമിനെ നിശ്ചയിച്ചതും ലോകത്തുടനീളം സമാധാനത്തിന് വേണ്ടി വിശ്വാസികൾ പരിശ്രമിക്കണമെന്ന സന്ദേശം വിളിച്ചു പറയുകയാണ് അതിലൂടെ. ഈ സന്ദേശങ്ങൾക്കെല്ലാം ഈ കാലത്ത് വലിയ പ്രസക്തിയുണ്ട് സഹോദരങ്ങളെ. ഭക്ഷണത്തിൽ പോലും വർഗീയത കാണുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ചിലർക്കുള്ളത്. കേരളത്തിലെ അറബിക് ഹോട്ടലുകളുടെ സാമ്പത്തിക സ്രോതസ്സും ദേശവിരുദ്ധ ബന്ധങ്ങളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട കൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി NIAക്ക് പരാതി നൽകി എന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അറബിക് ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ അറബികൾ നടത്തുന്ന ഹോട്ടൽ എന്നല്ല, അറബി പേരുള്ള ഹോട്ടലുകൾ എന്നതാവാം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു വിഭാഗം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമങ്ങളാണിതെല്ലാം. ഇതെല്ലാം തന്നെ വർഗീയതയാണ്, ഇതെല്ലാം തന്നെ വംശീയ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. വേറൊരു വശത്ത് ഹിന്ദു മൂർത്തികളുടെ മുമ്പിൽ മാംസാഹാരം വെച്ച് അനാവശ്യ വിവാദമുണ്ടാക്കുന്നു നമ്മൾ കാണുന്നു. ഒരു വശത്ത് ഹിന്ദു മൂർത്തികളുടെ മുമ്പിൽ മാംസാഹാരം വെച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. വേറൊരു വശത്ത് അറബി പേരുള്ള ഹോട്ടലുകൾ അവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം എന്ന രീതിയിലുള്ള പരാതികൾ ഉത്തരവാദപ്പെട്ട ഏജൻസികൾക്ക്, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നു. സഹോദരങ്ങളെ, ഇതല്ല വേണ്ടത്, ഇത്തരം നിലപാടുകളല്ല വേണ്ടത്. ഇതൊന്നും ശരിയായ നടപടിയല്ല. എല്ലാ വിഭാഗങ്ങളും പരസ്പരം ഒരു നിരക്കുമുള്ള വർഗീയതയും വിദ്വേഷവും ഇല്ലാതെ മുന്നോട്ട് പോകണം.
ഖുർആന്റെ ആഹ്വാനം എന്താ? വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ്. ഓ പ്രവാചകരെ, നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്താണ് അള്ളാഹു പറയുന്നത്? വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മൂർത്തികളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. അള്ളാഹുവിനെ പുറമെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന മൂർത്തികളുണ്ടല്ലോ, ആരോടാണോ അവരെ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കപ്പെടുന്ന മൂർത്തികളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചീത്ത വിളിച്ചാൽ ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ്, അറിവില്ലാതെ അള്ളാഹുവിനെ അവർ അതിരുവിട്ട് ചീത്ത വിളിക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പരസ്പര ആദരവുകൾ ഇല്ലാതെ സമൂഹങ്ങൾ, മതവിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. പരസ്പരം സമുദായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകണം. ഇത്തരം സഹിഷ്ണുതാപരമായ നിലപാടുകളിലൂടെ മാത്രമേ ഹജ്ജ് മുന്നോട്ട് വെക്കുന്ന സമത്വ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ലോകക്രമത്തെ നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ലോകക്രമം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള അസഹിഷ്ണുതയുടേതായ ചിത്രങ്ങൾ അതല്ലെങ്കിൽ വാർത്തകൾ നമ്മുടെ മുമ്പിൽ ലഭിക്കുമ്പോഴും നമുക്കൊക്കെ കുളിരേകുന്ന വാർത്തകളും നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാരെയും ഹാജമാരെയും സഹോദര സമുദായാംഗങ്ങൾ ആലിംഗനം ചെയ്തുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് യാത്ര അയക്കുന്ന എത്രയോ വീഡിയോകളും ചിത്രങ്ങളും വരുന്നു. അതാണ് വേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമുദായങ്ങൾ ആദരിച്ചും ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചും സഹിഷ്ണുതയോടുകൂടി മുന്നോട്ട് പോവാൻ, പരസ്പര സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോവാൻ സാധിക്കണം. യഥാർത്ഥത്തിൽ ഈ ആരാധനകളുടെ എല്ലാം ചൈതന്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന ആ ഒരു പരസ്പര സ്നേഹത്തിൻ്റെതായിട്ടുള്ള വലിയൊരു ആശയമുണ്ട്. അതൊരിക്കലും തന്നെ വിശ്വാസികളും വിശ്വാസിനികളും കൈവിടാൻ പാടില്ല. തീർച്ചയായിട്ടും അതിന്റെ കാവൽക്കാരായിട്ട്, ആ സൗഹൃദത്തിന്റെ ആ സാഹോദര്യത്തിന്റെ കാവൽക്കാരായിട്ട് കൂടി നമ്മൾ മാറണം. അതാണ് ഹജ്ജടക്കമുള്ള തീർത്ഥാടനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഥാനിയം ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം മുന്നോട്ട് പോകണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ അടുത്ത കാലത്ത് അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്ത നമ്മുടെ സംസ്ഥാനത്തുള്ള ചില സഹോദരങ്ങൾ അകപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അക്കൂട്ടർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുവാൻ ഈ സന്ദർഭം നമ്മൾ വിനിയോഗിക്കുകയാണ്. സഹോദരങ്ങളെ, വിനോദയാത്രക്കിടെ ആകസ്മികമായി ദാരുണമായി മരണപ്പെട്ട നമ്മുടെ അധ്യാപിക സഹോദര സഹോദരിമാർ, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ശാശ്വതമായ ഫിർദൗസി ജീവിതം നൽകി അല്ലാഹു തആല അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു തആല ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും നൽകി പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ശിഷ്യഗണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സഹാധ്യാപകർ, അവരോട് ബന്ധപ്പെട്ടവരുടെ പരിചയക്കാർ, എല്ലാവർക്കും അല്ലാഹു തആല ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും സമാധാനവും നിർഭയത്വവും നൽകി പടച്ചതമ്പുരാൻ
തമ്പുരാൻ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വെടിക്കെട്ടിൽ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദര സമുദായാംഗങ്ങൾ അല്ലാഹു തആല അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു തആല അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റുകൊണ്ട് ഇന്നൊരു പിഞ്ചോമന മരിച്ച വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പിഞ്ചോമന മരിച്ച വാർത്തയും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അല്ലാഹു തആല ആ കുടുംബത്തിന് അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകി അല്ലാഹു തആല പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീകളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധുക്കളെയും അയൽക്കാരെയും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മക്കൾ എഴുതുന്ന എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ജീവിതത്തിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. ദുർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർ, മാതാപിതാക്കൾക്ക് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അവശതകളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മുതിർന്ന പൗരന്മാരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അതുപോലെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും, കടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. ഇറാനിലെ സഹോദരങ്ങൾ അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങൾ നിന്നെ അല്ലാ എന്ന് വിളിക്കുന്നു. അല്ലാഹുവേ, നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ, നിന്നോട് പ്രാർത്ഥിക്കാൻ നിനക്ക് കൂടാനക്കൂടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരേണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.